isn't it lovely? All alone, heart made of glass, my mind of stone. Tear me to pieces, skin and bone. Hello, welcome home.
എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സുപ്രഭാതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ ഒന്നു ചേരുവാനായിട്ട് കൃപ ചെയ്ത് അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പിന്നെ ഈ ഭവനത്തിലേക്ക് ഒരു വ്യക്തിയോടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് വിവാഹം എന്ന ഉദാശയിലൂടെ. സ്നേഹനാഥാങ്ങിയ മകനായ ജെയിംസിനെ ഞങ്ങൾ അങ്ങേ സമയം സമർപ്പിക്കുന്നു. വിവാഹത്തിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ കുടുംബജീവിതം നയിച്ച് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുക, സഭയെ പടുത്തുയർത്തുവാൻ ദാസനെ സന്നദ്ധനാക്കണമേ. സമർത്ഥമായി അനുഗ്രഹിച്ച് അനുശക്തിപ്പെടുത്തണമേ. ബലവാനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, മരണമില്ലാത്ത തമ്പുരാനെ, നിത്യതയിലായിരിക്കുവാനായിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ വിശ്വസ്തയോടെ ജീവിതകാലം പൂർത്തീകരിക്കുവാനായിട്ടുള്ള പ്രാപ്തി ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെയും ചിന്തകളെയും താല്പര്യങ്ങളെയും വിശുദ്ധീകരിക്കണമേ. യാത്രയിലായിരിക്കുന്ന വധുവിനെയും അതിൻ്റെ കുടുംബാംഗങ്ങളെയും അവരുടെ വാഹനങ്ങളെയും അങ്ങ് സംരക്ഷിക്കണമേ. അവിടുത്തെ പാതയിൽ ചരിക്കാനായിട്ട് വെളിച്ചം നൽകിയവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വെളിച്ചത്തിന് നാഥ, വെളിച്ചമേകി ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. കുടുംബത്തിലേക്ക് ഒരു വ്യക്തി കൂടി സ്വീകരിക്കാനായിട്ട് കുടുംബാംഗങ്ങളെല്ലാവരും സജ്ജരാക്കണമേ. അവിടുത്തെ സ്നേഹവും നീതിയും ന്യായവും സത്യവും അനുഭവിച്ചറിയുവാനായിട്ട് അവിടുത്തെ സ്നേഹം പ്രഘോഷിക്കുന്നവരായി രൂപാന്തരപ്പെടുവാനായിട്ട് ഓരോരുത്തരെ ശക്തിപ്പെടുത്തണമേ. കുഞ്ഞുമക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദിവസത്തെയും ജീവിതത്തെ ചിന്തകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രയെയും ഞങ്ങളുടെ മനോഭാവങ്ങളെയും വിശുദ്ധീകരിക്കണമേ. കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു. അമ്മേ മാതാവെ ഞങ്ങളോട് ഒത്തുവസിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നന്ദി നിറഞ്ഞ അമ്മയെ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. I've waited 100 years, but I'd wait 1,000,000 more for you. Nothing prepared me for what the privilege of being yours would do. If I had only felt the warmth within your touch, if I had only seen how you smile when you blush, or how you curl your lip when you concentrate enough, well, I would have known what I've been living for all along. What I've been living for. Your love is my turning page, where only the sweetest words remain. Every kiss is a cursive line, every touch is a redefining phrase. I surrender who I've been for who you are.
I saw you, well, I knew we'd tell it well. With a whisper, we will tame the vicious seas like a feather, bringing kingdoms to their knees.
അങ്ങയുടെ ഭക്തനും മനുഷ്യർക്കും നന്മയ്ക്കും വേണ്ടി ഈ കുദാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ചരിത്രത്തെയും മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകരണമായ സ്നേഹത്തെ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്റെ ജനമാത്മീയമായി തിരഞ്ഞെടുത്തു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ
കാര്യമായി നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാക്കി മൊഴികളായ പിന്നിയ മൊഴിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവുന്ന മനുഷ്യരുടെ രക്തമണിഞ്ഞ് ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങൾ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരത്തെ നാദാന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ഗർഭീയപാത്രമാണെങ്കിലും ജീവദായകമായ കൃതിക്ക് തുല്യാവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ യഥാർത്ഥ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈശോയുടെ അമ്മാവനുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ നീങ്ങുമ്പോൾ ഈശോയുടെ അമ്മാവനോട് പറഞ്ഞു, അവർക്ക് ഇല്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ ഇരയ്ക്കും നിരക്കുമെന്ന് എന്റെ സമയം ഇനിയും ആയില്ല. അവന്റെ അമ്മ പരിചാരനോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിലയ്ക്കുന്ന 6 കലവണികളോടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 മക്കളുണ്ടായിരുന്നു. ഭരണികളിൽ വെള്ളം നിറക്കി വിടുന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കളോട് നിറച്ചു. ഇനി പകർന്ന് കടവക്കാരൻ കുടിച്ചവരിൽ നിന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി അവരുടെ കടവക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അറിയില്ല. എന്നാൽ വെള്ളം പോയി മനസ്സിലായിരുന്നു. കടവക്കാരൻ ആളെ വിളിച്ച് അവൻ പറഞ്ഞു, എല്ലാവരും എത്ര വീഞ്ഞാതികളുണ്ട്. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തന്നു. എന്നാൽ ഈ നല്ല വീട് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈശോ തന്നെ മഹത്വപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ ആരെയും ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവരെ വിശ്വസിച്ചു. വിശ്വസികളെ ഏറ്റവും ബഹുമാനപ്പെടുന്ന വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായ ജെയിംസ് മൂർത്തി വിളിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ
നാം എങ്ങനെയായിരുന്നു? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർത്ത ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർത്ത ഇണയെ ഞാൻ നൽകും. ദൈവം ജെയിംസ് കുട്ടിക്ക് ചേർന്നയായി ബ്ലസ്സിന് ചേർന്നയായി ജെയിംസ് കുട്ടിയെ ദൈവം തന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മൾ നടത്തുന്നത്. ആളുകൾ കുറവാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് ഇവരുടെ കുടുംബജീവിതത്തെ, ഇന്ന് തുടങ്ങുന്ന കുടുംബജീവിതത്തെ അനുഗ്രഹപ്രദമാക്കുകയാണ്. രണ്ട് കുടുംബങ്ങൾ ഒന്നായി തീരുന്ന അവർണ്ണീയമായ നിമിഷം. ജെയിംസ് കുട്ടിക്ക് ബ്ലസ്സിനെ ദൈവം നൽകിയതുകൊണ്ടും ബ്ലസ്സിന് ജെയിംസ് കുട്ടിയെ ദൈവം നൽകിയതുകൊണ്ടും ദൈവമാണ് നിങ്ങളെ ചേർത്ത് നിർത്തിയത്. മാതാപിതാക്കളെ ശ്രദ്ധിച്ചാൽ മതി, അവരെല്ലാം ദൈവമാണ് ചേർത്ത് നിർത്തിയത്. അവർക്ക് സമയത്തിന്റെ പൂർത്തിയിൽ ദൈവം അവരെ ചേർത്ത് നിർത്തി. അവർ തന്നെ കുടുംബമായി മക്കൾക്ക് ജന്മം നൽകി. ആ മക്കൾ ഇന്ന് വിവാഹിതരായി മുന്നോട്ട് വരികയാണ്. ദൈവം ചേർത്ത് നിർത്തിയത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചേർത്ത് നിർത്തിയ ദൈവത്തോട് നിങ്ങൾ രണ്ടും ചേർന്നിരിക്കണം. അപ്പനും അമ്മയും ദൈവത്തോട് ചേർന്നിരുന്നത് പോലെ തന്നെ ഇന്ന് വിവാഹത്തിൽ ബന്ധിതരാകുന്ന നിങ്ങൾക്ക് ആദ്യം നൽകുന്ന ആശംസ ഇതാണ്: ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തി, ദൈവത്തോട് നിങ്ങൾ ചേർന്നിരിക്കുക. ഈ ദൈവത്തോട് ചേർന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നമോ അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വായിക്കുന്നു. ദൈവത്തോട് ചേർന്നിരുന്നെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് പരാതികൾ, കുറ്റപ്പെടുത്തും. ആദ്യത്തെയും നോവയും നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ചേർത്ത ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും, ആകയാൽ ദൈവം വിഭജിച്ചത് മനുഷ്യൻ വേർപെട്ടാകട്ടെ. ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ പ്രവാചകൻ ഒരു പ്രവചനം പറയുന്നുണ്ട്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ശരീരം നിങ്ങൾ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്ത് മാറ്റി ഒരു മാംസം ഹൃദയം നൽകും. ഇവിടെയൊക്കെ ആവർത്തിക്കുന്ന ഒരു പദമുണ്ട്, ഒരു ഒറ്റ ഏക എന്നൊക്കെ. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ഒറ്റ ശക്തി, ഒറ്റ മനസ്സ്, ഒറ്റ ഹൃദയം, ഒറ്റ ആത്മാവ്. സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, എങ്ങനെ രണ്ടുപേരുടെ ഹൃദയം ഒറ്റ ഹൃദയമായിട്ട് പോകും? എങ്ങനെ രണ്ടുപേരുടെ ആത്മാവ് ഒറ്റ ആത്മാവായിട്ട് പോകും? എങ്ങനെ ഒറ്റ ശക്തിയായിട്ട് മാറും? അതിനൊറ്റ കാര്യമുള്ളൂ, ജെയിംസ് കുട്ടിയുടെ ഹൃദയം ബ്ലസ്സിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കണം. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഒറ്റ ഹൃദയമായിട്ട് മാറും, ഒറ്റ ആത്മാവായിട്ട് മാറും, ഒറ്റ ശക്തിയായിട്ട് മാറും. രണ്ട് സാഹചര്യങ്ങളാണ്. അങ്കമാലിക്ക് പോകുന്ന വഴി ഈ പുല്ലുവഴി എന്ന സ്ഥലം കാണാതെ അവിടെ കണ്ടുവരുന്ന കാര്യം, അവിടെ അന്തോലിസ്വാമിയാണ് ഒരു രൂപമുണ്ട്. അവിടെ എത്ര പറിച്ചു മാറ്റിയാലും മണ്ണെണ്ണയോട് ശ്രദ്ധിച്ചാലും വളർന്നു വരുന്നൊരു ചെടിയും അല്ല, ആ ചെടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട റാണിമണിയായ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. ആ സംസ്കാരത്തിൽ നിന്നും ഈ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിരമണീയമായ മലകളാൽ നിറഞ്ഞ സൗന്ദര്യം നിറയുന്ന ഒരു ഹരിത ഗ്രാമത്തിലേക്ക് മകളെ കെട്ടിച്ചു വരുമ്പോൾ നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കാരണം ദൈവമാണ് ഇവരെ ചേർത്ത് നിർത്തിയത് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണം മാത്രം. നഗരത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക്, ഇനി ഇവർ ഒരുമിച്ച് നഗരത്തിലേക്കായിരിക്കും, അല്ലേ? അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒറ്റ ആത്മാവാകാൻ, ഒറ്റ ശരീരമാകാൻ, ഒറ്റ ഹൃദയമാകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളും അങ്ങനെ തന്നെയായിരുന്നു. അതാണ് അവർ നമുക്ക് കാണിച്ചു തന്ന വേദി. വിവാഹം കഴിക്കുന്നത് നിങ്ങളാണെങ്കിലും ഇന്നത്തെ വചന സന്ദേശം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ ഞങ്ങളെ പഠിപ്പിച്ച വൈദികർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് എന്ത് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷെ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ അപ്പനും അമ്മയും അവരുടെ സഹോദരങ്ങളൊക്കെയാണ്. കാരണം അന്നത്തെ കാലത്തെ പറ്റി അവർ ചിന്തിക്കും ഇന്ന് ഈ വിവാഹത്തിൽ പങ്കു ചെയ്യുമ്പോൾ. അതുകൊണ്ട് മാതാപിതാക്കൾ ഒന്നിച്ചു ചേർന്ന് ഇവർക്ക് ആശ്വസിക്കുക. ദൈവത്തിന്റെ മനസ്സോട്, ദൈവത്തിന്റെ ഹൃദയത്തോട്
ഒന്നായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. വാദത്തിൽ ഒരു ആശീർവാദത്തിന് മുമ്പ് വൈദികൻ പറയും, നിങ്ങളുടെ വർദ്ധകരം ചേർത്ത് പിടിച്ചിട്ട് വൈദികൻ മത്തായി സാധാരണ ഗുസ്തിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് 2 മത്സരാർത്ഥികളും ഇങ്ങനെ ഒരു കര ചേർത്ത് പിടിച്ചിട്ട് തുടങ്ങുന്ന ഒരു സംഭവം. ഇങ്ങനെ കര ചേർത്ത് പിടിച്ചിട്ടാണ് ഒരു മത്സരം അങ്ങനെ ഗുസ്തി തുടങ്ങുന്നത് എന്ന് പറയുന്ന പോലെ അല്ല വിവാഹത്തിൽ. ഇനി ഈ കൈ ഒരിക്കലും വിടരുത്. സമ്പത്തിലും സുഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുവാൻ ഈ വിശ്വവേദികളെ നിങ്ങളെ സംബന്ധിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒന്നിച്ച് പോകണമെങ്കിൽ 3 കാര്യങ്ങൾ മാത്രം ആവശ്യം. ഒന്നാമത്തെ കാര്യം വിശ്വാസം, രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന, മൂന്നാമത്തെ കാര്യം ആശ്രയം. നല്ല വിശ്വാസമുള്ള കുടുംബത്തിൽ വളർന്നു വന്നവരാണ് 2 പേർ. ആ വിശ്വാസം പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് കുടുംബാംഗങ്ങളൊന്നിച്ച് പ്രാർത്ഥിക്കാൻ, ദേവാലയത്തിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ. ഈ പ്രാർത്ഥന ദൈവത്തിലുള്ള ആശ്രയമായ രൂപമാണ്. സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് ചേർന്ന് ദൈവത്തിന് മുമ്പിൽ ഒരുമിച്ച് ചേരാൻ, അവരോട് പ്രാർത്ഥിക്കാൻ കഴിയും. വിശ്വാസം, പ്രാർത്ഥന, ആശ്രയം. അവസാനമായി സഭാപ്രസംഗം എന്നത് പഴയ നിയമത്തിൽ ഒരു പുസ്തകമുണ്ട്. 4-ാമത്തെ ആധാരമാക്കി ഒരു തിരുവചനമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്കായിരിക്കുന്നവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. 30 ചരട് വേഗം ഒട്ടുകയില്ല. ഒറ്റയ്ക്കായിരിക്കുന്നവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. 30 ചരട് വേഗം ഒട്ടുകയില്ല. 30 ചരട് നമുക്കറിയാം, കയറുകൾ കൂട്ടിപ്പിടിക്കുന്നതാണ് 30 ചരട്. ഇനി മുതൽ ജെയ്സൂട്ടിയും ബ്രസീലും ഈശോയാകുന്ന കയറിനോട് ചേർത്തപ്പെട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ കുട്ടിക്കാൻ പാടാം. ഒറ്റയ്ക്കാണെങ്കിൽ കീഴ്പ്പെടുത്താൻ സാധിച്ചെങ്കിൽ 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. എത്ര നാൾ ചെറുക്കും? എന്നാൽ 30 ചരട് രേഖപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ആയിരിക്കുവാൻ, ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ഈ വിഭാഗത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ചേർന്ന ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. എന്നെക്കാളും 3 മാസം ഓർത്താണ് യേശു. ഞങ്ങളുടെ ഈ ജനറേഷനിലുള്ള ഒരു ആൺകുട്ടിയാണ്, അവസാനത്തെ ആൺകുട്ടിയാണ്. ഒത്തിരി ആഘോഷക്കാരാണ്. സ്റ്റാൻഡിലേക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. എല്ലാവരും ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒത്തിരിയാണ് കല്യാണം ഞങ്ങളുടെ സഹോദരങ്ങളും കസിൻസും ആദ്യമാരും അന്തർമാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരും നിങ്ങളുടെ മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും പേടിക്കണം, മുന്നോട്ട് പോകാം. ചേർത്ത് നിർത്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം സമർത്ഥമായ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടങ്ങളുമാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുത്തമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ മൗനമായി പ്രാർത്ഥിക്കാം. യോഗ്യതയോടെ വിക്രമം ചെയ്യുവാനായി വേണമേ. അങ്ങയുടെ സമർത്ഥമായി ശരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ റോസ്മേരി ഇതിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈശോയുടെ നിയമോത്സവയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ യേശുവിനെ ഇതിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹത്തിലേക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള അവരുടെ അടയാളമായി പരസ്പരം പരസ്പരം അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടുകൂടെ ഉള്ളവരെ നയിക്കുവാൻ നിങ്ങളുടെ കർത്താവായി ശോഭിക്കുക. നിങ്ങളുടെ വിവാഹമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജയിക്കും. കുരിശുവെള്ളം കഴിയാതെ പൊതുവായി സ്വീകരിച്ച കർത്താവെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒത്തുവരുന്നവരെ ഉദ്ധരിക്കുന്ന താനെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താനെ അഭേദ്യമായ സ്നേഹത്തിന്റെ പൂർണ്ണമായ വിശുദ്ധതയെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് രക്ഷിതരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധരുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, സംഘത്തിന്റെ വിശുദ്ധരുടെ അടയാളമായി പരസ്പരം അണയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രഭാകരത്തിന്റെ അനുസൃതമായി അനുഗ്രഹിക്കുന്ന കാരണക്കാരായ കർത്താവേ, ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും അനുഗ്രഹിക്കണമേ. അങ്ങേ പ്രവർത്തിയായ വിശുദ്ധ സഭയെ ലോകത്തിന്റെ വസ്ത്രത്തിന്റെ ചെറുതായി ലോകത്തിന് നിഷ്കളങ്കരായി ജയിച്ച് സ്വർഗത്തിൽ ലോകത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. Amen.
പിതാവേ, ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താൽ അവിടുന്ന് നിങ്ങൾ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ എപ്പോഴും സംരക്ഷകനായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ വരികട്ടെ. ദൈവത്തിനോട് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத சாரே சாரி யாரு அள்ளி அள்ளி குடுக்க அள்ள பிரபு சாரே சாரி யாரு அள்ள பிரபு அள்ளி அள்ளி குடுக்க அள்ள பிரபு
ഇത് ഒരു നല്ല തുടക്കമാകട്ടെ. കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ സ്വീകരണ സൽക്കാര പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയെ നമ്മൾ ശക്തമായി അതിജീവിക്കും എന്ന പ്രതീക്ഷയോടെ ചടങ്ങിലേക്ക് കടക്കാം. വിവാഹിതരായ നവരത്നങ്ങൾ ജെയിംസ് ചേട്ടനെയും ബ്ലെസ്സിൻ ചേച്ചിയെയും നല്ലൊരു കൈയോടെയോടെ സ്വാഗതം ചെയ്യാം. സ്റ്റാൻലിയുടെ മകനായ ജെയിംസ് സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചൂണ്ടശ്ശേരിയിൽ നിന്നും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പാസ്സായതിനു ശേഷം ബാംഗ്ലൂരിൽ അസെഞ്ചറിൽ 2 കൊല്ലത്തിലേറെയായി നെറ്റ്വർക്ക് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. പുല്ലുവഴി മണലേലിൽ മിസ്റ്റർ ജോസഫ് MJയുടെയും മിസസ് ഏലിയാമ്മ ജോസഫിന്റെയും മകൾ ബ്ലെസ്സിൻ മരിയ ജോസഫ് പുഷ്പഗിരി കോളേജ് തിരുവല്ലയിൽ നിന്നും നഴ്സിംഗ് പൂർത്തീകരിച്ച് 1.5 വർഷത്തിലേറെയായി സ്റ്റാഫ് നഴ്സായിട്ട് NHS വെസ്റ്റേൺ സൂപ്പർമേറിൽ ജോലി ചെയ്തു വരുന്നു. ഇരുവർക്കും ഹൃദ്യമായ ആശംസകൾ. ഇനി ഇവർക്ക് താങ്ങും തണലുമായ ഇവരുടെ മാതാപിതാക്കളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ജെയിംസ് ചേട്ടൻ്റെ പേരൻസിനെ സ്വാഗതം ചെയ്യാം. സ്റ്റാൻലി ജോർജ് എന്ന എല്ലാവരുടെയും സ്റ്റാൻലി സർ ഈ സ്കൂളിൽ, അതായത് സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. ഒപ്പം നല്ലൊരു അപ്പനായും അമ്മായപ്പനായും അപ്പൂപ്പനായും വ്യാപൃതനായിരിക്കുന്നു. ജെയിംസ് ചേട്ടൻ്റെ മമ്മി ജെസ്സി സ്റ്റാൻലി എന്ന ഞങ്ങളുടെ ജെസ്സി ആൻറ്റി നേരത്തെ പറഞ്ഞ പോലെ അമ്മ, അമ്മായിയമ്മ, അമ്മൂമ്മ എന്നീ റോളുകളിൽ നന്നായി ശോഭിച്ചു വരുന്നു. കൂടാതെ ഇടവകയിലെ മാതൃജ്യോതിയുടെ സജീവ പ്രവർത്തകയും നല്ലൊരു ഗായികയുമാണ്. ഒപ്പം നല്ലൊരു അടിപൊളി കുക്കുമാണ്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ബ്ലെസ്സിൻ ചേച്ചിയുടെ പാരൻസിനെ സ്വാഗതം ചെയ്യാം. ചേച്ചിയുടെ പപ്പ മിസ്റ്റർ ജോസഫ് MJ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ അദ്ദേഹം സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ചേച്ചിയുടെ അമ്മ മിസ് ഏലിയാമ്മ ജോസഫ് ഒരു റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറും ശാന്തശീലയുമായ ഒരു നല്ലൊരു വീട്ടമ്മയുമാണ്. ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇരുവരുടെ ശക്തി കഥാപാത്രങ്ങളായ സഹോദരങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജെയിംസിന്റെ മൂത്ത സഹോദരൻ ജോർജ് സ്റ്റാൻലി എന്ന ഞങ്ങളുടെ കുഞ്ചാച്ചൻ RMSA ട്രിവാൻഡ്രത്ത് എഞ്ചിനീയറായി ജോലി ചെയ്തു വരുന്നു. കുഞ്ചാച്ചന്റെ വൈഫ് സ്നേഹ ആൻഡ് സോണി ദി സിഗ്മ പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിനിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവർക്ക് 2 മക്കൾ, റൈൻ സ്റ്റാൻലി ജോർജ് ആൻഡ് റേച്ചൽ ആൻഡ് ജോർജ്. ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഇരുവരും നൈപുണ്യ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ജെയിംസിന്റെ ഏക സഹോദരി അനില എബിൻ ബാംഗ്ലൂരിൽ കേവ് ജെമിനയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് എബിൻ ജോസ് കിസ്കോ ബാംഗ്ലൂരിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഇവർക്കും 2 മക്കൾ, ഇവാൻ ജോസഫ് എബിൻ ആൻഡ് ഏബൽ. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ബ്ലെസ്സിൻ ചേച്ചിയുടെ ഏക സഹോദരൻ ടോം ജോസഫിനെയും വൈഫ് ആൽഫി ടോമിനെയും സ്വാഗതം ചെയ്യാം. ടോം ചേട്ടൻ ഡൽഹിയിൽ സ്വന്തമായി റെസ്റ്റോറൻറ്റ് നടത്തി വരുന്നു. ആൽഫി ചേച്ചി യുണൈറ്റഡ് ലെക്സിൽ ലീഗൽ അഡ്വൈസറായി ഡൽഹിയിൽ തന്നെ ജോലി ചെയ്യുന്നു. ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവരുടെ ജീവിതം എന്നും മാധുര്യമേറിയതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമുക്ക് മധുരം വെക്കൽ ചടങ്ങിലേക്ക് കടക്കാം. അതിനായി നമ്മുടെ പ്രിയപ്പെട്ട അനില ചേച്ചിനെയും എബിൻ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനു മുന്നേ ആദ്യം നമുക്ക് ഇവരുടെ ജീവിതം പ്രകാശമേറിയതാവാൻ തിരികെത്തുകൾ ചടങ്ങോടെ നടക്കാം.
fairy tales. I'm really a believer. No. Small voice in the choir. Guess I never dared to know myself. Can my heart be quiet? No. But then there was you. Yeah, then there was you. Put me out of the മണവാളനെ മണവാട്ടിയെ മണിയറയിലേക്ക് ക്ഷണിക്കട്ടെ. I got something to say now. Cause you told me that there's no way I couldn't go, nothing I couldn't do. Hey, yeah. I want to get louder. I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing out speakers. Our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. You put a crack in the shadows, and you told me it's okay to be the light. Don't have to swim in the shallows. No, no. And I wanna get drunk with you when we lie so still, but you're taking me places, holding me on to you. And we don't care who's watching us, baby. Then it was you. Then there was you. Yeah, then there was you. Pull me out of the crowd. You were telling the truth. You were telling the truth. Yeah, yeah, yeah. I got something to say now. Cause you told me that there's no way I couldn't go, nothing I couldn't do. No, 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 no. Yeah. I want to get louder. I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing out speakers. Our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. In capital letters, in capital. Gonna give it to you, gonna give it to you, gonna give it to you. I want to get louder, I got to get louder. We about to go up, baby, up we go. We about to go up, baby, up we go. We're blowing up speakers, our heart a little clearer. We about to go up, baby, up we go. We about to go up, baby, up we go. I want to get louder, I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing up speakers, our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. കാത്തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ അമ്മാടിക്കൊരു ഗോലുമാല്. ചക്കരക്കുടം തൊട്ടു നോക്കി നാക്ക് പൊള്ളിയ ചങ്ങാടിക്കൊരു ഗോലുമാല്. ചിലു 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 വളക്കിലുക്കും കുളിരോള പെണ്ണെ കനവിന് കരച്ചിപ്പു കിളുക്കും ചില്ലമണി കാറ്റേ കുടം കമിഴ്ത്തണ കൂമനും കുടിച്ചിലകണ കുറുമനും ഒരു ഗോലുമാല്. പുകയടിക്കണ മാരനും പുകഞ്ഞു പൊങ്ങണ വീരനും ഒരു ഗോലുമാല്. ഒരു ഗോലുമാല്. ആത്താടി ആത്താടി ആടി കബടി പാത്താടി.
പാത്തേണ്ടി പാത്തേണ്ടി പീലിക്കവടി പാത്തേണ്ടി തെങ്കാശി പുഴയില് വൈകാശി തിങ്കള് തുടിയിലക്കണ് തിരയിലക്കണ് കണ്ടേ കണ്ടേ കിളിക്കും കുളിരോള പെണ്ണെ കനവിനിക്കര ചെപ്പു കിളിക്കും ചേലമണി കാറ്റേ കുടം കമിഴ്ക്കണ കൂമനും കുടിച്ചിലകണ കുറുമനും ഒരു ഗോലുമാല് പുകയടിക്കണ മാരനും പുകഞ്ഞു പൊങ്ങണ വീരനും ഒരു ഗോലുമാല് ഗോലുമാല് പെൺമണിമാരുടെ കരിമിഴി കണ്ടാൽ ചങ്കിനകത്തൊരു ചമ്പടമേളം തുടിക്കും തരികിടതാളം സുന്ദരിമാരുടെ കലമൊഴി കേട്ടാൽ കരളിനകത്തൊരു തരിവളതാളം ഒത്തിരി മോഹത്തെളി നീരാട്ടം പഞ്ചവാദ്യം നെഞ്ചിലഞ്ചി തഞ്ചി കൊഞ്ചി കൂടും പെൺമണിമാരുടെ കരിമിഴി കണ്ടാൽ ചങ്കിനകത്തൊരു ചമ്പടമേളം തുടിക്കും തരികിടതാളം കുരവക്കുഴല് തല്ലനത്തനം പാടി പട്ടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പട കേറി അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം സംഗമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയെ പോവും നീ ഹര ഹരോ ഹര പാവാച്ചുന്തരിയേ മുത്തമുന്തിരിയേ പാവാച്ചുന്തരിയേ മുത്തമുന്തിരിയേ കുകില് കുരവ കുഴല് തന്നനത്തനം പാടി വാ പടക്ക് കുഴഞ്ഞ് പടക മടിച്ച് പാട്ടിയെ പട കേറി വാ പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പട കേറി അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം സംഗമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയെ പോവും നീ ഹര ഹരോ ഹര പാവാച്ചുന്തരിയേ
ക്വസ്റ്റ്യൻ പറയും, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, രണ്ടുപേരും പരസ്പരം നോക്കരുത്. ഇത്ര നേരം നോക്കുമല്ലായിരുന്നോ? എന്നിട്ട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, രണ്ട് ഉത്തരമാണ് വരിക. ഒന്നെങ്കിൽ ജെയിംസ് ഊട്ടി അല്ലെങ്കിൽ ബ്ലെസ്സിൻ. ജെയിംസ് ഊട്ടി ആണെങ്കിൽ ഷൂ പൊക്കുക. ഉത്തരം ജെയിംസ് ഊട്ടി ആണെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉത്തരം ജെയിംസ് ഊട്ടി ആണെങ്കിൽ ഷൂ പൊക്കുക. ബ്ലെസ്സിൻ ആണെങ്കിൽ ആ മനോഹരമായ ചെരുപ്പ് പൊക്കി കാണിക്കുക. ഓക്കെ, നല്ലപോലെ പൊക്കണം, എല്ലാവർക്കും കാണണം. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? നീ ആ മുഖം കവർ ചെയ്തോണേ. കാണുന്നില്ല, അതുകൊണ്ടാ. എടി നോക്കിക്കോണേ, കള്ളക്കളി കാണിക്കുന്നുണ്ടോ? അപ്പം ചോദ്യം തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, വെഡ്ഡിങ് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ബെഡ് കോഫി ആര് കൊണ്ടുവരും? ഞാൻ എൻ്റെ ഉത്തരം പറയട്ടെ, മിക്കവാറും മമ്മിയായിരിക്കും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവിടെ എടുത്തു വെക്കും, ആരെങ്കിലും പോയി വേണേൽ കഴിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ അത് പാസ്സായിരിക്കണേ, 1 മാർക്ക്. സപ്പോസ് ബാത്റൂം സിംഗറിനൊരു അവാർഡ് ഉണ്ടെങ്കിൽ അതാർക്കായിരിക്കും? രണ്ടാമത്തെ ചോദ്യത്തിന് അവരുടെ ഐക്യം പൊട്ടിത്താറ് താഴെ വീണിരിക്കുകയാണ്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 1-0. അടുത്ത ചോദ്യം, നിങ്ങൾ ആരാണ് ആദ്യമായി ഐ ലവ് യു എന്ന് പറഞ്ഞത്? ഓക്കെ, അടുത്ത ചോദ്യം, നിങ്ങളിൽ കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? എവിടെ കൊണ്ടാ? അടുത്ത ചോദ്യം, ഇതിൻ്റെ ഉത്തരം ഞാൻ ഊഹിക്കുന്നതാണ് ചാൻസ്. ഞാൻ വെച്ചോളാം. മൂവി കാണുമ്പോൾ ഉറങ്ങിപ്പോവാൻ സാധ്യതയുള്ള ആരാണ്? അതെന്തായാലും ജെയിംസ് ഊട്ടി ഉറങ്ങാൻ യാതൊരു സാധ്യതയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എളുപ്പമുള്ള ചോദ്യം, വളരെ എളുപ്പമുള്ള ചോദ്യം. വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ആരായിരിക്കും പ്ലേറ്റ് കഴുകാൻ പോകുന്നത്? അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ട, അവനവൻ്റെ പ്ലേറ്റ് അവനവൻ കഴുകി വയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരത് ചെയ്തോളും. മമ്മി ഒരു പാത്രം കുറച്ച് കഴുകിയാൽ മതി. അല്ല, നാളെ മുതൽ ഒരു പാത്രം കുറച്ച്, 2 എണ്ണം കൂടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അടുത്തത്, വെഡിങ് ആനിവേഴ്സറി മറക്കാൻ സാധ്യതയുള്ള ആരാണ്? ബ്ലെസ്സിന്റെ എക്സ്പ്രഷൻസ് കാണാൻ പറ്റുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും നന്നായി സർപ്രൈസ് പ്ലാൻ ചെയ്യുന്ന ആരാണ്? കുഞ്ഞമ്മായി. ബ്ലെസ്സിന്റെ ഉത്തരം വരുന്നില്ല. അയ്യോ, വീണ്ടും തോറ്റു. ജെയിംസോട് ഒരുപാട് സർപ്രൈസ് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, അത് നീ നടക്കാൻ പോകുന്നില്ലെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പം ബ്ലെസ്സിനും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അതിനനുസരിച്ച് പ്ലാൻ ചെയ്തോളൂ. അടുത്ത ചോദ്യം, നിങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ ആദ്യം സോറി പറയുന്ന ആരായിരിക്കും? എന്ന്. ഓ മൈ ഗോഡ്. വേണ്ട, ഇനിയാണോ? ഒരു 2-3 ചോദ്യം കൂടി ബാക്കിയുള്ളൂ. സിമ്പിളാ. ഇതൊക്കെ നമുക്ക് വിശദീകരിക്കുന്ന ചോദ്യങ്ങളല്ലേ? ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? ഇവ അങ്ങോട്ട് സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പരിചയപ്പെട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണേ. നിങ്ങൾ പരിചയപ്പെട്ട് കുറേ നാളായല്ലോ, എന്നോ കണ്ടതല്ലേ, ഇപ്പോഴാണ് നേരത്തെ കണ്ടതെന്നല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇത്രയും കാലത്തിനിടയിൽ ആദ്യം വഴക്കുണ്ടാക്കിയതാണ്? തീരുമാനമായി. തരുവല്ലാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അടുത്തത്, തീരാറേ. രഹസ്യം സൂക്ഷിക്കാൻ കഴിവില്ലാത്തത് ആർക്കാണ്? കഴിവില്ലാത്തത് BBC ആരാണ്? അപ്പൊ അങ്ങോട്ടെ
ലേഡീസിൻ്റെ ഒരു വീക്ക്നെസ്സാണ്, വിട്ടേക്ക്. അടുത്തത് ഇനി കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ക്ലിയർ അറിയിക്കണം. ഫസ്റ്റ് നൈറ്റിൽ ആദ്യം ഉറങ്ങാൻ പോകുന്നവരായിരിക്കും. അതിന്ന് ഉറപ്പായിട്ടും സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം വേണേലും ഉറങ്ങാൻ പോകുന്ന തോന്നുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് ആർക്കാണ്? കണ്ടായിരുന്നല്ലോ, വീഡിയോ കണ്ട് ഇഷ്ടമായല്ലോ. കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ തീർന്ന സ്ഥിതിക്ക് രണ്ടുപേരും തോറ്റ് തപ്പിയിട്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. Heartbeats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt. സുരക്ഷനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്നേഹതയും കാറ്റുവാനായ കർത്താവേ, അങ്ങേ സന്ധ്യയോ നിയാതിരിക്കുമ്പോൾ അനുഗ്രഹിക്കണമേ. ഒരു സുദിനം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ചേർത്തതേ കൊടുക്കണമേ. നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു വ്യക്തിയെ കൂടെ ചേർത്ത് ഈ കുടുംബത്തെ വളർത്തുന്ന അങ്ങയുടെ കൃപയെ ഞങ്ങൾ ബന്ധപ്പെടുത്തുന്നു. നന്ദിയോടെ സ്മരിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, കരുണാപൂർവ്വം ഞങ്ങൾ വർദ്ധിക്കണമേ. ബലഹീനരായ മക്കളുടെ ബലഹീനതയിൽ അവരെ ശക്തിപ്പെടുത്തണമേ. ബലവാനായ ദൈവമേ, ശക്തനായ ദൈവമേ, മരണമില്ലാത്ത ദൈവമേ, വിശുദ്ധനായ ദൈവമേ, പരിശുദ്ധിയെ വളരുവാൻ, വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ, ആത്മാർത്ഥയിൽ പ്രവർത്തനനിരതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തോടെ ജീവിച്ച വിശ്വസ്തയോടുകൂടി ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതേ ദിനം ഞങ്ങൾക്കായി ഒരുക്കിയ വലിയ കൃപയോർത്തി നന്ദി പറയുന്നു. ഞങ്ങളുടെ യാത്രയെ ഞങ്ങൾ സംരക്ഷിച്ച് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും യാത്രയും അങ്ങ് ആശീർവദിക്കണമേ. വാഹനങ്ങളെ അവർ സംരക്ഷിക്കണമേ. മാനസികമായ ശാരീരികമായ ബലഹീനരായിരിക്കും ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്ത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I have died every day waiting for you, darling. Don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. Time stands still. Beauty in all she is. I will be brave. I will not let anything. I found a love for me. Darling, just dive right in. Follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give